കൃഷ്ണ ഗുരുവായൂരപ്പ പുറത്രയിശം. സംപൂജ്യരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും എൻ്റെ വിനീത പ്രണാമം. ഭാരതീയ പൈതൃകത്തില് ലോകമെമ്പാടുമുള്ള ജനങ്ങള് അസാധാരണമാംവിധം അത് പഠിക്കാനും ഗവേഷണം നടത്താനും ജീവിതത്തിൽ ആ സന്ദേശങ്ങൾ പകർത്താനുമെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാരതീയ സന്ദേശം എന്ന് പറയുമ്പോൾ ഒരു ഗ്രന്ഥത്തില് ഒതുങ്ങുന്നതല്ല നമ്മളുടെ പൈതൃക സന്ദേശം. ഒരു ആചാര്യൻ മാത്രം എഴുതിയതല്ല നമ്മളുടെ സന്ദേശം. ഒരു കാലഘട്ടത്തില് എഴുതപ്പെട്ടതല്ല ഭാരതീയ പൈതൃക സന്ദേശങ്ങൾ. ആയിരക്കണക്കിന് ഋഷീശ്വരന്മാര് ആയിരക്കണക്കിന് വർഷങ്ങളായി ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളിലൂടെ രചിച്ചതും ആചരിച്ചതും സങ്കൽപ്പിച്ചതും പഠിച്ചതും പഠിപ്പിച്ചതും, വീണ്ടും ഒരിക്കൽ കൂടി പറയാം, ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങള്, ആയിരക്കണക്കിന് ആചാര്യന്മാര് ആയിരക്കണക്കിന് വർഷങ്ങളായി അവർ രചിക്കുകയും അതുപോലെ ആചരിക്കുകയും ചിന്തിക്കുകയും സങ്കൽപ്പിക്കുകയുമെല്ലാം ചെയ്തത് ഈ 21-ാം നൂറ്റാണ്ടിലെ മാനവരാശിക്ക് ഏറ്റവും അനുയോജ്യമായിരിക്കുമെന്ന് ആദ്യം പറഞ്ഞത് സ്വാമി വിവേകാനന്ദനാണ്. 1893 അദ്ദേഹം അമേരിക്കക്കാരോട് പറയുകയുണ്ടായി, 20th century belongs to you Americans, whereas 21st century belongs to we Indians. 20-ാം നൂറ്റാണ്ട് നിങ്ങൾ അമേരിക്കക്കാരുടേതായിരിക്കുമെന്ന് എനിക്കറിയാം, എന്നാൽ 21-ാം നൂറ്റാണ്ട് ഞങ്ങൾ ഭാരതീയരുടേതാണ്. അത് സത്യമാണ് താനും. യഥാർത്ഥത്തിൽ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ ഭഗവത്ഗീത MBA സിലബസിന്റെ ഭാഗമാണ്. മസാച്യൂസെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി MIT-യിൽ സംസ്കൃതം അവിഭാജ്യ ഘടകമാണ്. ടൊറന്റോ യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും വലിയ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹിന്ദുയിസമാണ്. മാനിറ്റോബ യൂണിവേഴ്സിറ്റിയിൽ പല ബാച്ചുകളിലായിട്ടാണ് സനാതനധർമ്മം പഠിപ്പിക്കുന്നത്. മാത്രമല്ല 186 യൂണിവേഴ്സിറ്റികളിൽ അമേരിക്കയില് ഭഗവത്ഗീത സിലബസിന്റെ ഭാഗമാണ്. അമേരിക്കൻ ജനസംഖ്യയില് 17 മില്യൺ ജനങ്ങള്, 1.7 കോടി ജനങ്ങള് യോഗ അഭ്യസിക്കുന്നു എന്ന് ഇന്നലത്തെ ഹിന്ദു പേപ്പറിലുണ്ട്, ഇന്നലത്തെ ഇന്ത്യൻ എക്സ്പ്രസ് പേപ്പറിലുണ്ട്. 1.7 കോടി അമേരിക്കക്കാര് ദിവസവും യോഗചര്യ അനുഷ്ഠിക്കുന്നു. 22% അമേരിക്കക്കാര് ഒരൊറ്റ വർഷം കൊണ്ട് വെജിറ്റേറിയൻ ഭക്ഷണത്തിലേക്ക് മാറി. ഇത് ഞാൻ അമേരിക്കയുടെ മാത്രം ഉദാഹരണം എടുത്ത് പറയാൻ കാരണം, ഒരുപക്ഷെ അമേരിക്കയോട് നമുക്കുള്ള പ്രതീക്ഷയും അമേരിക്കയെക്കുറിച്ച് നമുക്കുള്ള ചിന്തയും ഒന്ന് വിശകലനം ചെയ്താൽ നമ്മൾ ധരിക്കാം, ശാസ്ത്രമണ്ഡലത്തില് ഏറ്റവും അധികം വികസിച്ചൊരു രാഷ്ട്രത്തില് ഭാരതത്തിന്റെ ചിന്താധാരയ്ക്ക് എന്ത് സ്ഥാനമാണുള്ളത് എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ
ആ രാജ്യത്തെ തന്നെ ഉദാഹരണമായി എടുത്ത് വിവരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അമേരിക്കയിൽ നടന്ന മാറ്റങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഏതാണ്ട് ഇതുപോലെയുള്ള മാറ്റം ലോകത്തിലെല്ലായിടത്തും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ സംഭവിക്കുന്നു. നമ്മുടെ സംഗീതം, നമ്മുടെ നൃത്തം, നമ്മുടെ വേദം, നമ്മുടെ സംസ്കൃതം, നമ്മുടെ വേദഗണിതം, നമ്മുടേതായ ഗണപതി ഹോമം, നമ്മുടേതായ ക്ഷേത്ര ആചാരങ്ങള്, സംസ്കൃത ഭാഷ, അതുപോലെ തന്നെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട ആചാരങ്ങള്, ഈശ്വര സങ്കല്പം, ഇതെല്ലാം ഇന്ന് ലോക ജനത രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് എന്ന വസ്തുത കഴിഞ്ഞ ആഴ്ചത്തെ എല്ലാ പത്രങ്ങളിലും റിപ്പോർട്ടുണ്ടായിരുന്നു. ആ റിപ്പോർട്ട് എന്തായിരുന്നു? ഇംഗ്ലണ്ട്, കാനഡ, അമേരിക്ക, യൂറോപ്യൻ രാജ്യങ്ങളില് ഒരു വലിയ സർവേ നടത്തി. പ്രൊഫസർ സാറ എന്ന സ്ത്രീയാ നടത്തിയത്. 10,000-കണക്കിന് ആ രാജ്യത്തിലുള്ള ജനങ്ങളെ സാക്ഷി നിർത്തി ചോദിച്ചു, നിങ്ങൾക്ക് കാണാൻ ഏറ്റവും അധികം ആഗ്രഹമുള്ള രാജ്യം ഏതാണ്? 97.4% ജനങ്ങള് ഉത്തരം നൽകിയത് ഭാരതം എന്നാണ്. 97.4% ജനങ്ങള് ഭാരതത്തെ ഒന്നാം സ്ഥാനത്തിലേക്ക് എത്തിച്ചു. 2004 ഭാരതം 12ാം സ്ഥാനത്തായിരുന്നു. 2006 ഭാരതം 4ാം സ്ഥാനത്തായിരുന്നു. 2007 ഭാരതമാണ് ലോകത്തിൽ വെച്ച് കാണാൻ ഏറ്റവും അധികം ആഗ്രഹമുള്ള ഒരു രാഷ്ട്രമെന്ന് പാശ്ചാത്യ ലോകം അടിവരയിട്ട് അംഗീകരിച്ചതിന്റെ പുറകില് പണ്ട് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതും ഇന്ന് ലോക ജനത തെളിയിച്ചതും ഒന്ന് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ നമ്മളുടെ പൈതൃകം പഠിക്കണം. എന്തിനു പഠിക്കണം? ആത്മാഭിമാനമുണ്ടാകാനായി പഠിക്കണം. ലോക ജനതയുടെ മുമ്പില് നമ്മുടെ പൈതൃകം എന്താണെന്ന് അറിയിക്കാൻ വേണ്ടി പഠിക്കണം. മാത്രല്ല, നമുക്ക് അർഹതപ്പെട്ട അംഗീകാരം ലോക ജനതയുടെ മുമ്പിൽ നിന്ന് നേടാൻ വേണ്ടി പഠിക്കണം. ഒന്ന്, ആത്മാഭിമാനമുണ്ടാകാൻ; രണ്ട്, ലോകത്തെ അറിയിക്കാൻ; മൂന്ന്, അംഗീകാരം നേടാൻ വേണ്ടി പഠിക്കണം. ഒരു പക്ഷേ നിങ്ങളിൽ ചിലരെങ്കിലും കണ്ടു കാണും, 3-4 ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സൗത്ത് ആഫ്രിക്കയില് T20 ക്രിക്കറ്റ് കളിച്ചപ്പോൾ അവസാന ജംഗ്ഷനിലെത്തിയപ്പോൾ പതുക്കെ ഒന്ന് ബോള് തട്ടിക്കൊടുത്തപ്പോൾ അത് മുകളിൽ കൂടെ ചെന്ന് അത് ക്യാച്ച് ചെയ്ത് ഭാരതം ജയിച്ചപ്പോൾ അറിയാതെ ബ്രിട്ടീഷ് ക്രിക്കറ്റ് അസോസിയേഷന്റെ പ്രസിഡന്റ് 5 മില്യൺ പൗണ്ടാണ് ഇന്ത്യൻ കളിക്കാർക്ക് ഓഫർ ചെയ്തത്. ഒന്നുകൂടി ആ വരിയുടെ അർത്ഥം ഞാൻ പറയാം. ആര് തമ്മിലാ ക്രിക്കറ്റ് കളിച്ചത്? ഇന്ത്യയും പാകിസ്ഥാനും. എവിടെയാ കളിച്ചത്? സൗത്ത് ആഫ്രിക്കയില്. ഇതിൽ ഇംഗ്ലണ്ടുകാർക്ക് എന്താ ഛേദം? ഒന്നുമില്ല. പിന്നെ എന്തിനാ ഇംഗ്ലണ്ടുകാരെ $5 മില്യൺ തന്നത്? ഈ രാജ്യം ജയിച്ചപ്പോൾ ഉള്ളിന്റെ ഉള്ളില് തോന്നിയ ആവേശത്തിന്റെ ബഹിസ്ഫുരണമാണ് ഈ കളിയുമായിട്ട് ഒരു ബന്ധവുമില്ലാത്തൊരു രാജ്യം 5 മില്യൺ പൗണ്ട് 50 ലക്ഷം പൗണ്ട് ഇൻറ്റു 67 രൂപ. എത്രയാണ്? സൗകര്യം മാതിരി കാൽക്കുലേറ്റ് ചെയ്തോളാം. ഇത്രയും എമൗണ്ട് ഇന്ത്യൻ കളിക്കാർക്ക് നൽകേണ്ട കാര്യം എന്തിരിക്കുന്നു? ഒരു ഉത്തരവ് അതിനില്ല. ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, ഈ നാട് ഉയരുമ്പോൾ, ഈ നാട് ജയിക്കുമ്പോൾ, ഈ നാട്ടിലുള്ള ചിന്താധാരകൾ ലോകജനത സ്വീകരിക്കുമ്പോൾ ആവേശഭരിതരാവുന്നത് ഭാരതീയര് മാത്രമല്ല, ലോകത്തിലെ എല്ലാ ജനങ്ങളും പ്രത്യക്ഷമായിട്ടോ
പരോക്ഷമായിട്ടോ ആവേശഭരിതരാകുന്നു എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ ലോക ജനത ആവേശഭരിതരാകാനും ആഹ്ലാദിക്കാനും അനുമോദിക്കാനും പ്രകീർത്തിക്കാനും മുമ്പോട്ട് വരുമ്പോൾ ആ നാടിന്റെ പൈതൃകത്തിന്റെ അവകാശികളായ ഞാനും നിങ്ങളും അത് പഠിക്കണോ വേണ്ടയോ, അതറിയണോ വേണ്ടയോ, അതല്ല അന്ധവിശ്വാസത്തിലൂടെ ദുരാചാരത്തിലൂടെ കുറെ തെറ്റിദ്ധാരണകളും വെച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് നീങ്ങുകയാണോ വേണ്ടത്?